1999 മെയ് മാസം കശ്മീരിലെ കാർഗിലിൽ നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് പാക് പട്ടാളം നുഴഞ്ഞു കയറി. ഇത് യുദ്ധത്തിലേക്ക് നയിച്ചു. എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ശക്തമായ ആധിപത്യം സ്ഥാപിച്ചായിരുന്നു അന്ന് കാർഗിൽ യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു ഏടാണ് കാർഗിൽ യുദ്ധം. ആ ഐതിഹാസിക പോരാട്ട വിജയത്തിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ദൗത്യമായിരുന്നു കഴിഞ്ഞ ജൂലൈ 16 ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുന് വേണ്ടി നടത്തിയ തിരച്ചിലെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലിന്റെ വാക്കുകളാണ് കാർഗിൽ യുദ്ധത്തെ ഇപ്പോൾ വീണ്ടും നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിനിടയിൽ ചർച്ചയാകുന്ന ഒരു പേര് കൂടിയുണ്ട്. UAE ഓഡിറ്ററായി ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവിൻ്റെ പേര് അലി കാർഗിൽ. കാർഗിൽ എന്ന വാക്ക് അലിയുടെ പേരിനൊപ്പം ചേർന്നതിന് പിന്നിലൊരു കഥയുണ്ട്. 1999 ജൂലൈയിൽ കാർഗിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കോഴിക്കോട് മലാപ്പറമ്പിൽ ബസ് സർവീസ് നടത്തുന്ന KP ഇസ്ഹാക്കിനും വീട്ടമ്മയായ ഷാഹിദയ്ക്കും ഒരു മകൻ ജനിക്കുന്നു. രാജ്യസ്നേഹിയായ ഇസ്ഹാക്കിന് ഒരു ആഗ്രഹമുണ്ടാകുന്നു. മകന്റെ പേരിനൊപ്പം ചരിത്രങ്ങളിൽ ഇടം പിടിക്കാൻ പോകുന്ന കാർഗിൽ എന്ന വാക്കും കൂടെ ചേർക്കണം. അങ്ങനെ ഇസ്ഹാഖ് തന്റെ മകന് പേരിട്ടു അലി കാർഗിൽ. മാർക്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് 10 പാസ്സായി കേന്ദ്രീയ വിദ്യാലയത്തിൽ +2 പഠനത്തിന് ശേഷം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് നടക്കാതായതോടെ അലി കോഴിക്കോട് IC ഭവനിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റഡീസിന് ജോയിൻ ചെയ്യുന്നു. പക്ഷെ ഫൈനൽ എക്സാംസിന് മുൻപായി 2023 അവൻ UAE വിമാനം കയറി. അന്ന് ആ തീരുമാനമായിരുന്നു അലിയുടെ ജീവിതം മാറ്റിമറിച്ചത്. ജോലി അന്വേഷണത്തിന്റെ ഭാഗമായി ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന കമ്പനിയിലേക്ക് അലി തന്റെ ബയോഡേറ്റ അയച്ചു. കമ്പനിക്ക് ലഭിക്കുന്ന 100 കണക്കിന് ആപ്ലിക്കേഷനുകൾക്കിടയിൽ കമ്പനി CEO മലയാളിയായ തങ്കച്ചൻ മണ്ഡപത്തിന്റെ കണ്ണ് ഒരു മെയിലിൽ ഉടക്കി. അലി കാർഗിൽ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അലിയെ വിളിക്കുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു, അലിക്ക് ജോലി കിട്ടുന്നു. ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കുന്ന കാർഗിൽ എന്ന വാക്കിനോടുള്ള അലിയുടെ സ്നേഹവും ബഹുമാനവുമെല്ലാം ഒന്നുകൂടി ഉയർന്നു. പക്ഷേ ഈ പേര് പുറം ലോകം അറിയുന്നത് മറ്റൊരാൾ വഴിയാണ്. പ്രവാസി എഴുത്തുകാരനായ ഇക്ബാൽ മാടക്കരയ്ക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഓഡിറ്റിങ്ങിനായി വന്ന അലി അയച്ച മെയിലാണ് വീണ്ടും വഴിത്തിരിവായത്. സ്കൂൾ കാലയളവിൽ സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ കാർഗിൽ എന്ന ചുരുക്കപ്പേര് വിളിക്കുമ്പോൾ അലി അഭിമാനത്തോടെയാണ് ആ വിളി കേട്ടിരുന്നത്. ഇന്ന് UAE പോലൊരു രാജ്യവും സമൂഹ മാധ്യമങ്ങൾ വഴി ലോകത്തിന്റെ പല കോണിലുള്ളവരും അവനെ അങ്ങനെ വിളിക്കുമ്പോൾ അവനും അവന്റെ കുടുംബവും മാത്രമല്ല ഇന്ത്യക്കാരായ ഓരോ പൗരനും അത് അഭിമാന നിമിഷമാണ്.